വീണ്ടും നമ്മൾ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെ പോവാണ് അല്ലേ? എറണാകുളത്തേക്ക് പോയിനി. എറണാകുളം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. 3 മുന്നണികളും ആദ്യഘട്ട പ്രചാരണ തിരക്കിലേക്ക് കടന്നു കഴിഞ്ഞു. കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ അണിനിരത്തി എല്ലാ മണ്ഡലങ്ങളിലും വൻ വിജയപ്രതീക്ഷയുമായി NDF മുന്നേറുകയാണ്. വിവരങ്ങളുമായി നിഷാദ് ദിലീപ് ഒപ്പം ചേരുന്നു. നിഷാദ് ദിലീപ്, ഒരു ചരിത്രം വളരെ പെട്ടെന്ന് പരിശോധിച്ചാൽ UDFന്, കോൺഗ്രസിന് മേൽക്കൈയുള്ള ഒരു ജില്ലയാണ് എറണാകുളം. അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെയും CPMന് ചില മേഖലകളിൽ സ്വാധീനമുണ്ട്. അവരുടെ MLA മാർ അവിടെയുണ്ട്. പക്ഷേ BJPയുടെയും NDAയുടെയും വളർച്ച, NDAയിലേക്ക് 2020 ഒരു കക്ഷിയായി വന്നത് ഒക്കെയും NDAക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതും. കൃഷ്ണരാജ്, എറണാകുളം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. ഇനി ഏതാനും ചില മണ്ഡലങ്ങളിൽ കൂടി 3 മുന്നണികൾക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായി കഴിഞ്ഞു. 3 മുന്നണികളിലെയും CPMലെയും കോൺഗ്രസിലെയും NDAയിലെയും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പ്രചരണ രംഗത്തേക്ക് സജീവമായി കഴിഞ്ഞു. ഇന്നു മുതൽ, അതായത് NDAയിലെ സ്ഥാനാർത്ഥികൾ 2020 സ്ഥാനാർത്ഥികളെ ഇന്നലെയാണ് 12 പേരെ പ്രഖ്യാപിച്ചത്. 20 പേരിൽ 12 പേരെ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഇവരെല്ലാവരും തന്നെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഈ കടുത്ത വേനൽ ചൂടിനൊപ്പം തന്നെ പ്രചരണ ചൂടും കൂടി വരികയാണ്. എന്തായാലും എറണാകുളം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടുകൂടി തന്നെ 3 മുന്നണികളും ഈ ഒരു പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ NDAയിൽ ഇത്തവണ 2020 മത്സരിക്കുന്നുണ്ട്. ഈ 2020യുടെ 20 മണ്ഡലങ്ങളിൽ 12 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. സിനിമാ താരങ്ങളായ വിഷ്ണുപ്രിയയും ലക്ഷ്മിപ്രിയയും അഞ്ജലി നായരും അടക്കമുള്ള ആളുകൾ ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. എന്തായാലും കൃഷ്ണരാജ് പറഞ്ഞതുപോലെ എറണാകുളം എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് മേൽക്കൈയുള്ള മണ്ഡലം തന്നെയാണ്. എറണാകുളത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 19 സിറ്റിംഗ് MLA മാർ മത്സരിക്കുന്ന 55 പേരുടെ ലിസ്റ്റ് കോൺഗ്രസ് പുറത്തുവിടുമ്പോൾ അതിൽ എറണാകുളത്തെ സിറ്റിംഗ് MLA മാരായ TJ വിനോദും ഉമാ തോമസും അടക്കമുള്ളവർ മത്സരിക്കുന്നുണ്ട്. പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി മാത്രമാണ് ആദ്യഘട്ട പട്ടികയിലില്ലാത്തത്. എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിൽ ഹൈക്കമാൻഡ് എത്തി. എന്തായാലും പെരുമ്പാവൂരിലടക്കം ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. കോൺഗ്രസിൽ ഇപ്പോഴും വലിയ പൊട്ടിത്തെറി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എറണാകുളത്തെ തർക്ക മണ്ഡലങ്ങളിൽ ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. എറണാകുളത്ത് മാത്രമല്ല, ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും കായംകുളത്തും അടക്കമുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്തായാലും ഈ എറണാകുളത്തെ തർക്കമണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറയിലാണ് കോൺഗ്രസിന് ഏറ്റവും വലിയ തലവേദന എന്ന് പറയാം. കാരണം തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ട് പല പ്രമുഖരും തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അവിടെ രമേശ് പിഷാരടിയുടെ പേര് ഉയർന്നിരുന്നു. എന്നാൽ രമേശ് പിഷാരടി പാലക്കാട് സ്ഥാനാർത്ഥിയായി. ഇനി നിലവിൽ ഉയർന്നു കേൾക്കുന്ന പേരുകൾ എന്ന് പറയുന്നത് ഈ കൊച്ചി കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറായ ദീപക് ജോയിയുടെയും ഒപ്പം തന്നെ KPCC വൈസ് പ്രസിഡന്റ് M ലിജുവിൻ്റെയും പേരുകളാണ്. ഈ കൂട്ടത്തിൽ ഈ KPCC വൈസ് പ്രസിഡന്റ് M ലിജുവിനെ അമ്പലപ്പുഴയിൽ മത്സരിപ്പിക്കുമെന്ന് നേതൃത്വം ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ആ ഒരു ഉറപ്പൊന്നും പാലിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. കാരണം അവിടെ G സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ G സുധാകരന് പിന്തുണ നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് UDF വരികയും KC വേണുഗോപാൽ മുൻകൈയെടുത്ത് G സുധാകരന് പിന്തുണ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്തായാലും ഇക്കാര്യത്തിലൊക്കെ M ലിജുവിന് കടുത്ത അതൃപ്തിയുണ്ട്. M ലിജുവിന് തൃപ്പൂണിത്തുറ സീറ്റ് നൽകാമെന്ന് പിന്നീട് പറഞ്ഞുവെങ്കിൽ പോലും തൃപ്പൂണിത്തുറ സീറ്റിലും അവിടുത്തെ സിറ്റിംഗ് MLA K ബാബുവിൻ്റെ ഇഷ്ടക്കാരനെ തിരികെ കയറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ്. ഹൈക്കമാൻഡിനെ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ദീപക് ജോയി ആണ് എന്നുള്ള കാര്യം ഹൈക്കമാൻഡിനെ സിറ്റിംഗ് MLA K ബാബു നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്തായാലും തൃപ്പൂണിത്തുറയിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. M ലിജു ആണോ ദീപക് ജോയി ആണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനം വന്നിട്ടില്ല. എന്തായാലും M ലിജു പ്രതീക്ഷ നഷ്ടപ്പെടാതെ ഇപ്പോഴും കാത്തിരിപ്പുണ്ട്. പിന്നീട് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസാണ് കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്രമുഖ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെട്ടതെന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ളൊരാൾ. കാരണം ഈ കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്ത് അവരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു. എന്നാൽ ഈ കത്തോലിക്ക സഭയുടെ ലത്തീൻ സഭയുടെ സമ്മർദ്ദം കാരണം കോൺഗ്രസിന് അവർക്ക് ഈ സീറ്റ് മേയർ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. പിന്നീട് ദീപ്തി മേരി വർഗീസിന് തൃക്കാക്കര നൽകാമെന്ന് പറഞ്ഞെങ്കിൽ പോലും സിറ്റിംഗ് MLA മാർ മത്സരിക്കട്ടെ എന്നൊരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്ന് വന്നതോടുകൂടി ഉമാ തോമസ് അവിടെ സ്ഥാനാർത്ഥിയാകുകയും ദീപ്തി മേരി വർഗീസ് തഴയപ്പെടുകയും ചെയ്തു. ആ രീതിയിലൊക്കെ കോൺഗ്രസിൽ ഇപ്പോഴും പൊട്ടിത്തെറി തുടരുന്നുണ്ട്. NDAയിൽ പ്രമുഖ കക്ഷിയായ 2020 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇന്നു മുതൽ തന്നെ
ഈ 12 പേരും തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഒപ്പം തന്നെ BJP സ്ഥാനാർത്ഥികളും എല്ലാവരും തന്നെ ഇന്നു മുതൽ കൂടുതൽ സജീവമാവുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ പ്രചാരണം ആരംഭിച്ചിരുന്നെങ്കിലും ഇന്നു മുതൽ കൂടുതൽ ഇവർ പ്രചരണത്തിൽ സജീവമാവുകയാണ്. CPM-ഉം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPM-ന്റെ സ്ഥാനാർത്ഥികളും പ്രചരണ രംഗത്ത് സജീവമാവുകയാണ്. അങ്ങനെ എറണാകുളം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടുകൂടി തന്നെ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ പ്രചരണ ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു. കൃഷ്ണരാജ്, മറ്റൊന്ന് ചോദിക്കാനുള്ളത്, ഈ DCC പ്രസിഡന്റ് ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിക്കും എന്ന് സൂചനയുണ്ടായിരുന്നുവല്ലോ. അതിപ്പോൾ ഏതവസ്ഥയിലെത്തി നിൽക്കുന്നു? കൊച്ചി കൊടുക്കാമെന്ന് പറയുന്നു. അതേ കൊച്ചി തന്നെ ദീപ്തി മേരി വർഗീസിന് നൽകേണ്ടി വരുമെന്ന് പറയുന്നു. മറ്റ് ഇടങ്ങളിൽ ഇപ്പോൾ കളമശ്ശേരിയിൽ സ്ഥാനാർത്ഥിയായും ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു. അപ്പോൾ ഷിയാസിന് സീറ്റില്ലെന്നാണോ? സതീശൻ്റെ സ്വന്തം ആളല്ലേ? കൃഷ്ണരാജ്, 3 മണ്ഡലങ്ങൾ, എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങൾ, പെരുമ്പാവൂർ, കൊച്ചി, ഒപ്പം തന്നെ ഈ തൃപ്പൂണിത്തുറ, ഈ 3 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഇതിൽ കൂടുതൽ ഷിയാസിന് പരിഗണന നൽകുന്ന മണ്ഡലം കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ കൊച്ചിയും ഒപ്പം തന്നെ പെരുമ്പാവൂരുമാണ്. പെരുമ്പാവൂരിൽ സിറ്റിംഗ് MLA എലിദോസ് കുന്നപ്പള്ളി മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിൽ ഹൈക്കമാൻഡ് എത്തിയതോടുകൂടി അവിടെ ഷിയാസിന് സീറ്റ് ലഭിക്കുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത്. എന്തായാലും VD സതീശൻ്റെ അടുത്തയാളാണ്, എറണാകുളം DCC പ്രസിഡന്റാണ്. ഷിയാസിന് സീറ്റ് നൽകണം എന്ന് തന്നെയാണ് ഷിയാസിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. എന്തായാലും പ്രാദേശിക നേതൃത്വത്തിനൊക്കെ ഈ സീറ്റ് നിർണ്ണയത്തിൽ വലിയ എതിർപ്പുണ്ട്. ഷിയാസിന് ഇനി പെരുമ്പാവൂരാണോ അതോ കൊച്ചിയാണോ നൽകുന്നതെന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്തായാലും സീറ്റ് ലഭിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് DCC പ്രസിഡന്റ് ഷിയാസ് ഉള്ളത്. ഷിയാസിന് ഒരു പക്ഷേ പെരുമ്പാവൂരോ അല്ലെങ്കിൽ കൊച്ചിയോ ആയിരിക്കും നൽകുക. എന്തായാലും തൃപ്പൂണിത്തുറ സീറ്റിലേക്ക് ഷിയാസിനെ ഇതുവരെ പരിഗണിച്ചിട്ടില്ല. തൃപ്പൂണിത്തുറ സീറ്റിലേക്ക് പരിഗണിക്കുന്നത് ഈ ദീപക് ജോയി ഒപ്പം തന്നെ M ലിജുവിൻ്റെയൊക്കെ പേരുകളാണ്. ഇനി അഥവാ അവിടെ ദീപ്തി മേരി വർഗീസിന് സ്ഥാനാർത്ഥിത്വം നൽകുമോ എന്നുള്ള കാര്യം ഒന്നും തന്നെ പറയാനാകില്ല. എന്തായാലും എറണാകുളത്തെ തർക്ക മണ്ഡലങ്ങൾ ഇപ്പോഴും ആ ഒരു തർക്കത്തിലും ആശങ്കയിലും തന്നെ തുടരുകയാണ്. ഈ മണ്ഡലങ്ങളിൽ കൂടി, അതായത് ഈ ഒഴിച്ചിട്ടിരിക്കുന്ന മണ്ഡലങ്ങളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടുകൂടി തന്നെ കളന്നിറഞ്ഞ് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തേക്ക് ഇറങ്ങും. എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച സീറ്റിലെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. കൃഷ്ണരാജ്.